എന്റെ മോന് നമ്മള് പാസ്പോർട്ട് എടുക്കാൻ പോവാണ്. ഞങ്ങളെ ജീവിതത്തില് വലിയൊരു യാത്രക്ക് പോവാൻ ഒരുങ്ങുന്നതിന്റെ ആദ്യ ഘട്ടത്തിലാണ് കേട്ടോ ഞങ്ങളിപ്പോ ഉള്ളത്. ന്യൂബോൺ ബേബീസിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് പാസ്പോർട്ട് എടുക്കുമ്പോ വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയൂട്ടോ. ആപ്പയും മോനോട് ഇവിടുന്ന് കളിക്കുക പാസ്പോർട്ട് എടുക്കണ സന്തോഷത്തില്. നമ്മളെ കുഞ്ഞി വാവക്ക് പാസ്പോർട്ട് എടുക്കാൻ പോവാ. നമ്മള് പാസ്പോർട്ട് എടുക്കാൻ പോവാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് എന്റെ കുഞ്ഞിതാ 3 മാസം കഴിഞ്ഞ എന്റെ മോന് നമ്മള് പാസ്പോർട്ട് എടുക്കാൻ പോവാണ്. ഞങ്ങളെ ജീവിതത്തില് വലിയൊരു യാത്രക്ക് പോവാൻ ഒരുങ്ങുന്നതിന്റെ ആദ്യ ഘട്ടത്തിലാണ് കേട്ടോ ഞങ്ങളിപ്പോ ഉള്ളത്. എനിക്കൊക്കെ പാസ്പോർട്ട് ഉണ്ട്, മോന് പാസ്പോർട്ട് എടുക്കണം. അപ്പൊ അതാ നമ്മള് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ സംഭവം ഇക്കാകെ പോയാൽ മതി. നമ്മള് അക്ഷയയിലാണല്ലോ ആദ്യം അപ്ലൈ ചെയ്യാൻ പോവാ. പക്ഷേ എനിക്ക് തോന്നി എന്റെ മോനെ കൂട്ടിയിട്ട് തന്നെ പോകണം. എന്നാ മോന് പാസ്പോർട്ട് എടുക്കാം. പിന്നെ ഇക്കാകന്റെ പാസ്പോർട്ട് ഒന്ന് പുതുക്കാനുണ്ട് അല്ലേ, ഒന്ന് റിന്യൂവൽ ചെയ്യാനുണ്ട് പാസ്പോർട്ട്. പിന്നെ മോന് പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോ കുറെ ആൾക്കാരെ സംശയമാണ് ന്യൂബോൺ ബേബീസിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് പാസ്പോർട്ട് എടുക്കുമ്പോ വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയൂട്ടോ. ഇപ്പൊ നമ്മളൊന്ന് അക്ഷയ പോട്ടെ. ഞങ്ങളിപ്പോ എടുത്തു പിടിച്ചത് എന്താന്ന് വെച്ചാല് എന്റെയും ഇക്കന്റെയും പാസ്പോർട്ട്, പിന്നെ ഇവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതും ഉണ്ട് കയ്യില്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂട്ടോ. പിന്നെ പാസ്പോർട്ട് ഓഫീസിലേക്ക് ഇവര് ഡേറ്റ് ഒക്കെ തരികയാണല്ലോ ചെയ്യാ. ഇന്ന് ഞങ്ങളിതാ പോകുന്ന ദിവസം മഴ വരെ ഞങ്ങൾക്ക് അനുകൂലമാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങല് നല്ല മഴയാണ്. എന്താ പറയാ, നമ്മളെങ്ങോട്ട് ഇറങ്ങുമ്പോൾ മഴ നമ്മളെ ബ്ലസ് ചെയ്യാന്നൊക്കെ പറയൂലേ, അതേപോലെ നല്ലൊരു ക്ലൈമറ്റ് കൂടിയാണ് കേട്ടോ. നമ്മള് ഭയങ്കര ഗൗരവമായിട്ട് ഇരിക്കുക. ചിരിച്ചു കൊടുക്കടാ. ഈ ദിവസമായിട്ടോ മഴ ഇങ്ങനെ പെയ്യും ഞങ്ങൾ കാത്തു നിക്കണ്. അപ്പൊ നമുക്ക് അക്ഷയയിലെത്തിയിട്ട് ഇനി കാണാം. നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ്. ഇറങ്ങാൻ കഴിയുമെന്ന് അറിയില്ല. ആദ്യം ഒന്നൊക്കെ ഇറങ്ങി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നൊക്കെ. പാസ്പോർട്ട് ബാഗിന്റെ ഉള്ളില നോക്കി. ആദ്യം നിങ്ങൾ എന്താ പോയി നോക്കി എങ്ങനാന്ന്, എന്നിട്ട് ഞാനും വരാം. അതുവരെ നമുക്ക് എമ്പത കുത്തിച്ചാ. നമ്മൾ എമ്പടാ വന്നേ. അമ്മ മോന് പാസ്പോർട്ട് വെക്കണ്ടേ? നമുക്ക് പോണ്ടേ, വിമാനത്തിൽ പോണ്ടേ? നിങ്ങള് വിമാനത്തിൽ കയറിയിരിക്കുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇമ്മ വിമാനത്തിൽ വരുമ്പോ ഉമ്മന്റെ കുഞ്ഞു പള്ളന്റെ ഉള്ളിൽ ഉമ്മ മോനുണ്ടായിന്നല്ലോ, അത് ഓർമ്മയുണ്ടോ? മോൻ ഉറങ്ങി കേട്ടോ, എല്ലാം ഉറക്കം ഉറങ്ങി. എത്രാന്ന് വെച്ചാൽ അക്ഷയെ കുത്തിരിക്കും. അക്കാടെ ഒരു ചേച്ചിനെ കണ്ടപ്പോ ഞാൻ ആ ചേച്ചിനോട് കുറെ കത്തിയടിച്ചു. കുറെ കാര്യങ്ങൾ കുറെ പരദൂഷണൊക്കെ ഒന്ന് പറഞ്ഞു നിർത്തിയിരുന്നു. ഞങ്ങൾ പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയല്ലോ കഥ പറയാണ്. അപ്പൊ പാസ്പോർട്ടിന് ഇനി എന്തൊക്കെയാണ് ന്യൂ ബോൺ ബേബീസിന് വേണ്ടി നമുക്ക് അറിയണ്ടേ? എന്തൊക്കെ അതിന് വേണ്ടി? നിങ്ങളോട് എന്തൊക്കെ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്റെ പാസ്പോർട്ടിന് ജനന സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റ്, പേരൻസിന്റെ രണ്ടാളെ പാസ്പോർട്ട്, പേരൻസ് രണ്ടാളും നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ പോയി ചെയ്താൽ മതിയല്ലേ? പാസ്പോർട്ട് അതൊന്നുമില്ല. എത്രയോ അറിയാത്ത ആൾക്കാരുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടേ. ഞാനിപ്പോ എന്റെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം യൂട്യൂബ് സെർച്ച് ചെയ്തതാ ന്യൂ ബോൺ പാസ്പോർട്ട്. നിങ്ങൾ തന്നെ ഇപ്പോ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടല്ലേ. അറിയാത്തല്ലോ എത്ര ആൾക്കാരുണ്ടാവും. ഒരാൾക്ക് ഉപകാരപ്പെട്ട ഒരാൾക്ക് ഒരു യൂസ്ഫുൾ അല്ലേ? ചായ്വാലെങ്കിൽ ചായ്വല. വല്യമ്മന്റെ ചായക്കട വേണ്ട, ഇവിടെ ആരും ഒന്നുകൂടി ഒരു രസം. ഇത് ചായ്വാല, നമ്മളെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇതുണ്ടായി ചായ്വാലന്റെ ബോർഡ് കാണുന്നില്ല. ഇവിടെ വേറെ കാറ് കണ്ടാലും പിന്നെ കെട്ടിയോളം വേണ്ട. അരെ സമൂസ വലിയുണ്ട്, പിന്നെ രണ്ടാള് ചട്ടിപ്പത്തിനുണ്ട്, പിന്നെ ബ്രെഡ് പോക്കറ്റ് ഉണ്ട്. എന്റെ പല്ല് വെച്ചിട്ട് ബ്രെഡ് പോക്കറ്റ് മതി. ബ്രെഡ് പോക്കറ്റ് പറഞ്ഞ വലിയ സമൂസ. വലിയ സമൂസ. വലിയ സമൂസ ഒന്നുമില്ല.
എന്താക്കണതാ? ചായ കുടിക്കാൻ വേണ്ടി ചായയൊക്കെ കുടിച്ച് ഉഷാറായിതാ പോവാണ് കേട്ടോ. നല്ല മഴ പെയ്യുമ്പോ ബെൽറ്റ് ഞാൻ ഇട്ടില്ല. ഒരു മിനിറ്റ്, ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പണി കിട്ടും. കൊടായി മൊത്തം മഴന്റെ ഒരു ക്ലൈമറ്റ് ഉള്ള സമയത്ത് പുറത്തു പോയി ഇടോ ചായ കുടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പണ്ട് മുതൽക്കേ അങ്ങനെയാണ്. ചൊരാണ് ഞാൻ വെച്ച് പിടിക്കില്ല. പക്ഷെ ഇന്ന് മോനെ കൊണ്ട് ചെറുത്തിലൊന്നും പോകാനാവില്ല ഇവിടുന്ന്. അപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ സമയം എത്ര 5:45. നല്ല മഴ. ചായ വേണമെങ്കിൽ എന്റെ മോനെയും കടിച്ചു കൂട്ടാം. മഴ ചായ റാക്കി ബ്രസ് കടിച്ചു തന്നെ വിചാരിക്കണ്ട നമുക്ക് ഭ്രാന്തായി. നമുക്ക് പാസ്പോർട്ട് ഓഫീസ് പറയുന്നൊക്കെ തെറ്റിപ്പോണം. പാസ്പോർട്ട് ഓഫീസിൽ പോകുന്ന വീഡിയോ ആണ് ഇനി അടുത്തുണ്ടാകുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വലിയ ലോങ് ഒന്നുള്ള വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ. ഞങ്ങളൊരു സന്തോഷം പങ്കുവെക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ തിരിച്ചു പോകട്ടെ. അമ്മ വിളിച്ചിക്കണ അക്ഷയനെ. ഞങ്ങള് വരുമ്പോ ഉമ്മക്ക് എവിടെ ഒരു മരിച്ചോടത്ത് പോകാനുണ്ടായിട്ട് അപ്പൊ ഞാൻ നാജിനെ ഏൽപ്പിച്ചു. അപ്പൊ ഉമ്മ ഇപ്പൊ വിളിച്ചിട്ട് എന്റെ മോനെ ഇടയെന്ന് വെച്ചിട്ട്. കാരണം ഞങ്ങൾ മോനെ കണ്ട പേളിമണി പറഞ്ഞോണം വൈബ് തള്ളയാണ്. ഞങ്ങള് വൈബ് പേരൻസാണ്. അല്ലോ പിന്നെ ഇങ്ങനെയും പഠിക്കണല്ലേ. ഞാൻ പൊതുവെ ഉമ്മമാരാണ് ആശ്രയിക്കുക എവിടെ പുറത്തൊക്കെ പോകുമ്പോ. പക്ഷെ ഞാനും പഠിക്കണല്ലോ ഇവനെ ക്യാരി ചെയ്തിട്ട് അല്ലേ. എവിടെ പോകുമ്പോ എനിക്ക് ഇവനെടുത്തിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇവന്റെ മേലേക്കാവോ എന്നൊക്കെ. പക്ഷെ ഒക്കെ ഞാൻ പഠിക്കണം. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ വീട്ടിൽ പോവാണെങ്കിലും ഉമ്മന്റെ കൊടുക്കും. പക്ഷെ ഉമ്മ ചെയ്യുമ്പോൾ എനിക്കും ചെയ്ത് പഠിക്കണല്ലോ. ഞാനിപ്പോ ഒരു പേരന്റ് ആയില്ലേ. കാച്ചിരിക്കും അപ്പൊ അപ്പൊ ഒക്കെ ഞാനിപ്പോ ഇങ്ങനെ പഠിച്ച് വെച്ച് പഠിച്ചു വരിക. അപ്പൊ പറഞ്ഞ ചാടി ഈ കാറ് തുറന്നു തന്നെ കാറിലേക്ക് എന്നെ കയറ്റി വേണം എന്നോടാ. അപ്പൊ പറഞ്ഞിട എത്തിപ്പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചായക്ക കുടിച്ചിട്ട് ഇതാ ഞങ്ങൾ പാരാമ്പ്രം എത്തിട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ ടാറ്റാ.